ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ. അപ്പൊ അവിടെ പോയി ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്ത് ഉത്തരം കിട്ടപ്പെടുമെന്ന് പറയപ്പെടുന്ന ഏതാനും മുഴുവൻ സ്ഥലങ്ങളും നമുക്ക് എത്തിപ്പെടാവുന്ന അറിയാവുന്നിടത്തോളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ആരോഗ്യമുണ്ട്, സ്വയം അധ്വാനത്തിന്റെ ഫലമായി ആരെ ആശ്രയിക്കാതെ പോകാനുള്ള കാശുണ്ട്, കൂട്ടൊന്നും കൂടാതെ ഹജ്ജിന് പോയി. അവിടെ കിട്ടിയ സമയം മുഴുവൻ ഹജ്ജിൽ പങ്കെടുത്തോടൊപ്പം ഈ ഒരൊറ്റ ലക്ഷ്യം, സിറാത്തുൽ മുസ്തഖീമിൽ എത്തിക്കണേ പടച്ചവനെ. ആ സിറാത്തുല്ലദീന അൻഅംത അലൈഹിമാകുന്ന അത് പ്രാപിച്ച് മരിക്കണം. അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, സ്വർഗത്ത് പോകാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നിരന്തരം ആ സമയം മുഴുവൻ പ്രാർത്ഥിച്ചു. ചുരുക്കം പറയാണ്, അവിടുന്ന് വന്നു. പോകുമ്പോൾ ഞാൻ ഇവിടെ ദുബായിലേക്ക് കുറേ ആൾ ഇവിടെ പീ കൊടുത്ത് എന്നെ അറിഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയാം. ഞാൻ ദുബായിൽ പള്ളിയിലെ ഇമാമും ഖത്തീബും മാത്രമായിരുന്നില്ല, ഞാൻ അവിടെ അറിയപ്പെടുന്ന ഒരു വ്യാപാരി കൂടിയായിരുന്നു പോകുന്ന അവസരത്തിൽ. പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം വ്യാപാരങ്ങൾക്കെല്ലാം മാന്യം സംഭവിച്ചു. എനിക്ക് താല്പര്യമില്ലാതായി. എൻ്റെ മനസ്സ് ഈ പ്രബോധനത്തേക്ക് നീങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ അടിച്ചു. വന്ന് പെട്ടെന്ന് എങ്ങനെ ഒരു മാറണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ കുടുങ്ങി. കുറെ കാലം ഈ വേദമൊക്കെ പറഞ്ഞ് നടന്നതല്ലേ, മൊയ്തീരായി കിട്ടിയല്ലേ, എന്തേ മൊയ്തീര ചോദിക്കുമല്ലോ മറുപടി പറഞ്ഞ ആളോട് നാട്ടിലും ജോലി. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് എൻ്റെ മൂത്ത മകളെ കല്യാണം ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ കുട്ടിയായപ്പോൾ 11 വയസ്സിലായതൊക്കെയായത്. ഇപ്പോഴത്തെ കാലമല്ല, അത് കുറച്ച് മുമ്പാണ്. അത് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പാണ്ഡിത്യം, സ്വഭാവം, ദീനൊക്കെ വേണമെന്നൊരു പാരമ്പര്യം കുടുംബമൊക്കെ നോക്കിയിട്ട് നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ചെറുസോല കുഞ്ഞഹമ്മദ് മുസ്ലിയാർക്ക് 2 ആമക്കളുള്ള ചെറുസോല എന്നറിയപ്പെടുന്ന കുഞ്ഞഹമ്മദിന്റെ മൂത്ത മോനാണ്. 4 പെൺകുട്ടികളെ മൂത്ത കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. മൂത്ത പെൺകുട്ടിയല്ല, ആൺകുട്ടികളെ താഴെ പെൺകുട്ടികൾ. അപ്പം അത് ആ നിക്കാഹ് ചെയ്ത് കൊടുത്ത് 2-3 കഴിഞ്ഞ ദിവസം 10-14 ദിവസം മറ്റാണ് കൂട്ടിയാച്ച് 6 കുട്ടികളുണ്ട് അവർക്ക്. അപ്പോൾ AP സുന്നികളിലേക്കാണ് പിന്നെ അവസാനം ഉണ്ടായത്. ആബ്സെൻ്റായിട്ടാണ് മരിച്ചത്. അവരെ മുഫ്തിയായിരുന്നു, അവർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അവരെല്ലാം ആയിരുന്നു മരിക്കുന്ന ആവശ്യം വെച്ചിട്ട്. ആദ്യം ധാരണമൂല്യമായിട്ട് അറിഞ്ഞു ദിവസമൊക്കെ ആയിട്ട് പിന്നെ എങ്ങനെയായി. അയാളാണ് ഈ എൻ്റെ മാളെ മൂത്ത ആളെ കിട്ടിയത്. 2 കുട്ടി അവർ തന്നെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊള്ളു. 5 ആമക്കളുണ്ട് കുട്ടികളുണ്ട്. 2ാമത്തെ കുട്ടീന് താഴെയുള്ള കുട്ടിനെ കെട്ടിക്കാനായപ്പോൾ എൻ്റെ ഭാര്യമാരും 2 ഭാര്യമാർക്ക് പറയാൻ വയ്യ. അവർ 2 ആളും പണ്ഡിത കുടുംബത്തിലുള്ള ആളുകൾ തന്നെയാണ്, മൊയ്ലിയാമാരുടെ മക്കളാണ് നടത്തും. അങ്ങനെ 2ാമത്തെ കുട്ടി ഒരു മൊയ്ലിയാർക്ക് തന്നെ കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൂടി നമ്മൾ സുന്നി ആശയത്തിൽ പറയപ്പെടുന്ന മൊയ്ലിയാർ കാണിച്ചത് ഉസ്താദായ സൈനുദ്ദീൻ മുസ്ലിയാരോട് തന്നെ ആ വിവരം പറഞ്ഞു. എനിക്ക് ദീനും സ്വഭാവവും കുടുംബ പാരമ്പര്യം എല്ലാം കൂടി ഉള്ള ഒരു നല്ല മൊയ്ലിയാറിനെ കിട്ടണം എന്ന് പറഞ്ഞു. അത് ആരാണെന്ന് അറിയുണ്ടെങ്കിൽ കാണിച്ച് അറിയിച്ചു തന്നാർക്കില്ല എന്ന് നമ്മളുടെ സന്തോഷ താല്പര്യത്തോടെ പറഞ്ഞു. നമ്മളെ കാടൂരിൻ്റെ മകൻ അബ്ദുൽ വഹാബിൻ്റെ ഒരു കുട്ടീൻ്റെ മുഹമ്മദ് മുസ്ലിയാർ എന്ന നല്ലോണം കിതാബിൻ്റെ ആളാണ്. ഇപ്പം അടുത്ത കാലത്തൊന്നും ഞാൻ എൻ്റെ ഓതിപ്പോയവർ ഓരോ കവച്ചൊക്കെ അങ്ങനത്തെ നല്ല കുട്ടിയാണ്. കുടുംബ പാരമ്പര്യമുണ്ട്. ഫൽഫരി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകളെ കുട്ടിയാണ്, കാടേരിൻ്റെ പേരക്കുട്ടിയാണ്. കുടുംബം എല്ലാം നിറവാണ്, വാക്കവിയാണ്. അങ്ങനെ അദ്ദേഹത്തെ പുതിയാപ്പളായി മൂപ്പര് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ മൂപ്പരെന്നെ ഇടപെട്ടു. അവർ കല്യാണം വെല്ലുവിളി കല്യാണത്തിന് ആ വാപ്പ അബ്ദുൽ വഹാബ് മുസ്ലിയാർ മരിച്ചുപോയി. അയാളും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളും കൂടി പൊരയ്ക്ക് വരികയാണ്. ഇപ്പം എൻ്റെ വാപ്പ ഞങ്ങളെ വീട്ടിൽ ചെറിയ ഒരു അത് പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യം പറയണം. നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടണ്ടേ, സംഗമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട് ഞാൻ ആര് എന്ത് എങ്ങനെയൊന്നും അറിയണ്ടേ. അപ്പോൾ അദ്ദേഹം എൻ്റെ പുരയിൽ എന്ത് കാര്യം നടന്നാലും വാപ്പാക്ക് ദൈനിക വിഷയാർ എന്ന വാപ്പാടെ സ്നേഹിതനായ പണ്ഡിതനായ മഹാനായ അദ്ദേഹത്തിന് സാന്നിധ്യം ഇല്ലാതെ നടക്കൂല. ഇവർ ഈ ആവശ്യം വന്നപ്പോഴും മൊയ്യാനെ കൂട്ടിക്കൊണ്ടാൻ പറഞ്ഞു. അപ്പം അന്ന് കേക്കേപ്പുറത്താണ് മുസ്ലിയാർ ഉസ്താദിൻ്റെ ദർസ്. കേക്കേപ്പുറത്ത് ചെന്ന് കേക്കേപ്പുറത്ത് പള്ളി കണ്ടെത്താനെടുത്ത് അവിടെ ചെന്ന് മൂപ്പരെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി ചെന്നപ്പോൾ ഞായറാഴ്ചയാണ്, അന്നേ വന്നിട്ടുണ്ടാവുള്ളൂ എനിക്കറിയാം. പക്ഷേ വാപ്പ അറിഞ്ഞുകൊണ്ട് ഞാൻ നിർബന്ധിതനായിട്ട് പോയതാണ്. ചെന്ന് മൂപ്പരനെ കണ്ടു തൊണ്ടനക്കി തുടങ്ങി ദർസ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വന്ന് ദർസാരെ എന്നെ വിളിച്ചു, എന്താ ചോദിച്ചു. ഇങ്ങനെ ഈ ആൾക്കാർ വന്നിട്ടുണ്ട് വാപ്പം കൂടി എല്ലാം പറഞ്ഞു. മൂപ്പര ദർസ നിർത്തിയാതെ വരണമെന്ന് പറഞ്ഞു. എൻ്റെ വണ്ടിയില്ലേ, വണ്ടി കയറി. നിങ്ങൾ ഇവിടെ നാളെ ശ്രദ്ധിച്ചോളി. വണ്ടി കയറിയ ശേഷം ഞാൻ ഗൾഫിൽ നിന്ന് വന്നാണ്, എന്നോട് യാതൊരു താല്പര്യക്കുറവ് എന്നോട് കള വേണ്ടേ.
വണ്ടി കയറി ഉള്ള ചോദിച്ചു, അല്ലടാ ഈ വഹാബി ആയിക്കണമെന്ന് കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ കേട്ടോളി, ഈ വഹാബി ആയിരിക്കണമെന്ന് ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അതെനിക്ക് അറിഞ്ഞൂടാ, വഹാബി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ആളുകളൊക്കെ എന്താ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ പറയാൻ ഇരിക്കാൻ പറ്റില്ല, വണ്ടിയോടക്ക് പോലല്ലേ, വണ്ടിയിലല്ലേ, അപ്പോൾ വേറെ ആളില്ല, വേറെ ഒന്നാണ്ട കുട്ടികളെ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ അല്പം ഈ സ്വഭാവത്തിൽ വരാൻ കാരണം നിങ്ങളെ കുഴിപ്പുറത്ത് ദിവസമാണ്. എൻ്റെ വാപ്പിങ്ങളുള്ള സുഹബത്തും ഞങ്ങൾ കുടുംബപരമായിട്ടുള്ള ബന്ധുവാണ്. അതിനെല്ലാം ഞാൻ അങ്ങേയറ്റം കടപ്പെട്ട ആളെന്ന് ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഗൾഫിലെത്തിയതിന് ശേഷം മഹീഷത്തിൻ്റെ കാര്യം മാത്രം ആഗ്രഹിച്ചും അതിന് വേണ്ടി തേടി ചെറിഞ്ഞ് മാത്രമല്ല ഞാൻ പോയിരുന്നത്. അവിടെ എങ്ങനെയൊക്കെ തട്ടിക്കൂടി ജീവിക്കാൻ ഞാൻ പഠിച്ച ആളാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു യഥാർത്ഥ സ്വഭാവം ലോക മുസ്ലിങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണമെന്നുകൂടി, അതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കണമെന്നുകൂടി എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെയുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിൽ വരുന്ന പണ്ഡിതന്മാരായിട്ടും അറിയപ്പെടുന്ന മഹാന്മാരൊക്കെ ആയിട്ട് എനിക്ക് ബന്ധപ്പെടാനും ഈ ദീങ്കാര് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ അവസരം കിട്ടി. അങ്ങനെ ഞാൻ അവരെല്ലാം അവസരം കിട്ടിയപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് മനസ്സിലാക്കുക, പ്രാർത്ഥന ഇബാദത്താണ്, അത് അല്ലാഹു അല്ലാത്തവർ ഒരിക്കലും ആയിക്കൂടാ, അഥവാ ആയാൽ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് ഞാൻ പഠിച്ചു. എനിക്കത് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാനത് സ്ഥിരീകരിച്ചു, പല വിധത്തിൽ ഇനി ആവർത്തിക്കുന്നില്ല. അതിനുശേഷം അത് യഥാർത്ഥമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന കേൾക്കുന്ന ആളുകളോട് ഞാനത് പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, എല്ലാം ശ്രദ്ധിക്കുകയും, രണ്ടാമതായി എൻ്റെ കാര്യം, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, അമൽ സാലിഹാത്തുകൾ നിർവഹിക്കും നമ്മളെല്ലാവരും ആഖിറത്തിൽ രക്ഷ കിട്ടാനാണല്ലോ. ഉസ്താദിനോട് ഞാൻ പറയാണ്, ആഖിറത്തിൽ രക്ഷ കിട്ടണം. നന്മ തിന്മകൾ കൃത്യമായ ഒരു മീസാനിട്ട് തൂക്കിയിട്ട് ആ നന്മ മുന്തിയവരമാണല്ലോ അവിടെ രക്ഷപ്പെടുത്തുക. രക്ഷയിലും തൃപ്തികരമായ ജീവിതത്തിലൊക്കെ ആയിത്തീരുക. മറ്റൊന്നും അവിടെ ഒരു പരിഗണന അവിടെ ഇല്ല. ഭാഷ, ദേശമോ, നാടോ, വീടോ, കുടുംബമോ ഒന്നുമില്ല. നന്മ തിന്മകൾ മീസാനാകുന്ന തുലാസിട്ട് തൂക്കപ്പെട്ട് നന്മ മികച്ച ആളുകൾ സ്വർഗാവകാശികൾ. അവൻ ഏത് കുടുംബക്കാരനാവട്ടെ, ഏത് നാട്ടുകാരനാവട്ടെ, ഏത് ഭാഷക്കാരനാവട്ടെ, അവ ഒറ്റൊരു പരിഗണനയില്ല. അതല്ലേ അവിടുത്തെ തീരുമാനം. മുപ്പര് നമ്മൾ സംസാരിക്കുകയാണ്, അത്ര വിശദീകരണം അല്ലെങ്കിൽ മുപ്പര് ആവശ്യമില്ല, അങ്ങനെ വിശദീകരിക്കേണ്ട വലിയ ആളല്ലേ. അപ്പോൾ അത് തിന്മ, അത് നന്മ കുറഞ്ഞു പോയാൽ, സത്യയിലല്ലാതെ വന്നാൽ തിന്മയുടെ തുലാസാണ് ഘനം കൂടിപ്പോയെങ്കിൽ നരകത്ത് പോകേണ്ടി വരും ആരായാലും. ഇതല്ലേ ശരി? എന്നാൽ നന്മയുടെ, നല്ല ശ്രദ്ധിച്ചോളി, നന്മയുടെ തുലാസിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ, ഇബാദാത്തുകൾ കയറുകയും നമുക്കവിടെ തൂക്കം ലഭിക്കുകയും ചെയ്യണമെങ്കിൽ ഇന്നിവിടെ പൊതുവെ പല ഷർത്തുകളും ഫർളുകളൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് പുറമെ അസാസിയായ അടിസ്ഥാനപരമായിട്ട് 2 ഷർത്തും കൂടി വേണം എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ പണ്ഡിതന്മാരും മറ്റു ഇന്ത്യക്കുള്ള വിവരവും പണ്ഡിതന്മാരിൽ ബന്ധപ്പെട്ടും ചർച്ച ചെയ്തൊക്കെ കിട്ടിയ അല്പം കിതാബിന്റെ ഭാഗത്ത് നോക്കി മനസ്സിലാക്കാനുള്ള വിവരം എനിക്കുണ്ട്, നോപ്പർക്ക് അറിയാം. അപ്പം അതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഞാനത് മനസ്സിലാക്കി. അതെന്താ? അപ്പം ഞാൻ പറഞ്ഞു, അതായത് ഇതുവരെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മളും പഠിപ്പിക്കലുണ്ട്, പഠിച്ചവരുണ്ട്. ഒരു കാര്യം നല്ല ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കിയൊരു പൊതുവെ ഇസ്ലാഹിനോട് എന്തെങ്കിലും ബന്ധം പുലർത്തിയ ആളുകളായിരിക്കും ഈ കടന്നു വന്നിട്ടുണ്ടാവുക. ഒരു ബന്ധം ഒന്നുകിലോ ആയവർ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ എത്തിപ്പെട്ടവർക്കായിരിക്കും. അവരൊക്കെ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്.